ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓട്ടോകാഡിൽ ഡയമെൻഷൻ സ്റ്റൈൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഓട്ടോകാഡ് ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഡയമെൻഷൻ സ്റ്റൈൽ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡയമെൻഷൻ സ്റ്റൈൽ മാനേജർ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുന്നതിന് ഇവിടെ ഡയമെൻഷനിൽ വന്നിട്ട് ഡയമെൻഷൻ സ്റ്റൈൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഡയമെൻഷൻ സ്റ്റൈൽ മാനേജർ വിൻഡോ ഓപ്പൺ ആയി വരും. അതല്ല എന്നുണ്ടെങ്കിൽ DIMSTY എന്ന കമാൻഡ് അടിച്ച് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി അതിലും സിമ്പിളായി പറഞ്ഞാൽ D എന്ന കമാൻഡ് മാത്രം അടിച്ചും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ ഓട്ടോകാഡിൽ, അതായത് 2018 അതിന് മുകളിലുള്ള ഓട്ടോകാഡിലാണെങ്കിൽ ഇതുപോലെ ഓട്ടോകാഡ് ക്ലാസിക് കാണുകയില്ല. അങ്ങനെയുള്ള ഓട്ടോകാഡുകളിൽ ഓട്ടോകാഡ് ക്ലാസിക് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ D അടിച്ച് ഓപ്പൺ ചെയ്യുന്നു. അതിനു മുൻപ് ഞാനിവിടെ ചില ഒബ്ജക്റ്റുകൾ വരച്ച് അതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കൊടുത്തു വെക്കാം. ഇതിൻ്റെ റേഡിയസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ ലൈനിൻ്റെ ലെങ്ത്തും നമുക്ക് ഇവിടെ എടുത്തു വെക്കാം. ഇനി നമുക്ക് ഡയമെൻഷൻ സ്റ്റൈൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ D അടിച്ച് എൻ്റർ അടിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മെഷർമെൻ്റ് എല്ലാം സ്റ്റാൻഡേർഡിലാണ് ഉള്ളത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, സ്റ്റാൻഡേർഡിലാണ് ഉള്ളത്. നിങ്ങളൊരു ഓട്ടോകാഡ് ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ സ്റ്റൈൽ സ്റ്റാൻഡേർഡിലായിരിക്കും. ഇനി നമുക്ക് ഇതിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഒക്കെ സാധിക്കും. ഞാനിവിടെ ന്യൂ കൊടുക്കുന്നു. അതിനുശേഷം DS01 എന്ന് അതിന് പേരും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാർട്ട് വിത്ത് സ്റ്റാൻഡേർഡ്. അത് ഡിഫോൾട്ടായിട്ട് തന്നെ അങ്ങനെയായിരിക്കും. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് സ്റ്റൈൽ ബേസ് ചെയ്തുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, ഞാനത് കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിലാണ് നമുക്ക് ആവശ്യമുള്ള ചേഞ്ചസ് എല്ലാം വരുത്തേണ്ടത്. ഇതിൽ ഇവിടെ ലൈൻസ് കാണാൻ പറ്റും, സിമ്പിൾസ് ആൻഡ് ആരോസ്, ടെക്സ്റ്റ്, ഫിറ്റ്, പ്രൈമറി യൂണിറ്റ്സ്, ആൾട്ടർനേറ്റ് യൂണിറ്റ്സ്, അങ്ങനെയെല്ലാം കാണാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ലൈനിലേക്ക് വരുന്നു. ലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ കാണാൻ പറ്റും. അതായത് ഡയമെൻഷൻ ലൈൻസ്, അതിൻ്റെ കളറാണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾക്ക് ഇവിടെ ബൈ ലെയർ ആക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ബൈ ബ്ലോക്ക് ആണുള്ളത്. ഇനി നിങ്ങൾക്ക് റെഡ് ആണ് വേണ്ടതെങ്കിൽ റെഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ആരോയുടെയും ഇതിൻ്റെയും എല്ലാം കളർ മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഡയമെൻഷൻ ലൈനിൻ്റെ കളർ മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഡയമെൻഷൻ ലൈൻസ്, ഇത് എക്സ്റ്റൻഷൻ ലൈൻസും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ലൈൻ ടൈപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മാറ്റാൻ പറ്റും. ഈ അതറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഡാഷ്ഡ് ലൈൻ എല്ലാം വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ അതൊന്നും കൊടുക്കുന്നില്ല. ഇനി ലൈൻ വെയിറ്റ് അത് നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാൻ പറ്റും. അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്നതായിരിക്കും. ഞാൻ അതും കൊടുക്കുന്നില്ല. ഇനി അടുത്തത് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സപ്രസ് എന്നത്. അതായത് നിങ്ങളുടെ ഡയമെൻഷൻ ലൈനിൽ നിങ്ങൾക്ക് വേണ്ട മെഷർമെന്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും പോകുന്നതായിരിക്കും. ഇനി ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇവിടെ ചെയ്യാൻ പറ്റും. ഞാൻ അതും ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇനി എക്സ്റ്റൻഷൻ ലൈൻസിന്റെ കളർ നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാം. അതിവിടെ മാറിക്കഴിഞ്ഞു. ഇതും അതേപോലെ തന്നെ ലൈൻ ടൈപ്പ് എക്സ്റ്റൻഷൻ ലൈൻ 1, ഇതിൻ്റെ ലൈൻ ടൈപ്പ് മാറ്റുന്നതാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതും അതേപോലെ തന്നെ ലൈൻ വെയിറ്റ്. ഓക്കെ, ഇനി ഇവിടെ എക്സ്റ്റൻഷൻ ലൈൻ 1 സപ്രസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്.
നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈൻ പോയി കഴിഞ്ഞു. ഇത് രണ്ടും ടിക്ക് ചെയ്താൽ രണ്ടും തന്നെ കാണില്ല. ഞാൻ അവിടെയും മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ഇനി നമുക്ക് സിംബൽസ് ആൻഡ് ആരോയിലേക്ക് വരാം. നിങ്ങളുടെ ആരോ ടൈപ്പാണ് ഇവിടെ കാണുന്നത്. ക്ലോസ്ഡ് ആൻഡ് ഫിൽഡ് ആണ് ഇപ്പോൾ ഉള്ളത്. അത് നിങ്ങൾക്ക് ക്ലോസ്ഡ് ബ്ലാങ്ക് ആക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളതാക്കാൻ പറ്റും. ആർക്കിടെക്ചറൽ ടിക്ക് ആക്കാൻ പറ്റും. ഞാൻ അതാക്കി വെക്കുന്നു. ഇനി ആരോ സൈസ് നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ മാറുന്നതായിരിക്കും. ഞാൻ ഇത് വീണ്ടും ക്ലോസ്ഡ് ഫിൽഡ് ആക്കുന്നു. ഞാനിത് ഇവിടെ ഒരു 3 കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സൈസ് മാറിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ആണ്. ഈ ടെക്സ്റ്റ് സൈസും നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാൻ പറ്റും. ഇവിടെ ടെക്സ്റ്റ് ഹൈറ്റ് എന്ന് കാണാൻ പറ്റും. ഇവിടെയും കളറുകൾ നിങ്ങൾക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ, ടെക്സ്റ്റിന്റെ കളർ മാറ്റി കൊടുക്കണമെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാം. ഞാനത് ഗ്രീൻ ആക്കി കൊടുത്തു. ഈ ടെക്സ്റ്റ് ഹൈറ്റ് ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ വന്നത് കാണാൻ പറ്റും. അത് ഇവിടെ ക്ലിക്ക് ആയതാണ്. അതായത് ഡ്രോ ഫ്രെയിം അറൗണ്ട് ടെക്സ്റ്റ് എന്നത്. അത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് വെക്കാം. നിങ്ങളുടെ സ്റ്റൈലിൽ അത് ആവശ്യമുണ്ട് എങ്കിൽ അത് ടിക്ക് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ അത് അൺടിക്ക് ചെയ്യുന്നു. ഇനി ഇത് ടെക്സ്റ്റിന്റെ പ്ലേസ്മെന്റ് ആണ്, എവിടെയാണ് വേണ്ടത് എന്ന്. അതും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം സെലക്ട് ചെയ്യാം. ഇനി അടുത്തത് ഫിറ്റ് ആണ്. അത് നിങ്ങൾക്ക് ഇവിടെ വായിച്ചാൽ കാണാൻ പറ്റും. ഇഫ് there isn't enough room to place both text and arrows inside extension lines, the first thing to move outside the extension lines is. നിങ്ങൾക്ക് ഓരോ ഓപ്ഷനും മാറ്റി കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പുറത്ത് പോകുന്നത്, എന്താണ് ഉള്ളിലാവുന്നത് എന്നെല്ലാം. നിങ്ങളുടെ ആവശ്യം എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്കത് മാറ്റി ചെയ്യാൻ പറ്റും. ഇനി ഇതും ഇവിടെ സപ്രസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ആരോ നിങ്ങളുടെ 2 എക്സ്റ്റൻഷൻ ലൈനിൽ ഉള്ളിൽ വരുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് ആരോ സപ്രസ് ചെയ്യാൻ പറ്റും. അതും നിങ്ങൾക്ക് കൊടുത്തു നോക്കുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. ഇനി യൂണിറ്റ്സ്. ഈ യൂണിറ്റ്സിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്രിസിഷൻ എന്നത്. ഇപ്പോൾ ഇവിടെ പോയിന്റിന് ശേഷം 4 ലെറ്ററുകളുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഒരു ലെറ്റർ പോലും ഇല്ല. ഇപ്പോൾ 1 കാണാം, ഇപ്പോൾ 2 കാണാം. ഞാനിത് 2 ആക്കി കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ ആൾട്ടർനേറ്റ് യൂണിറ്റ്സ് എല്ലാം നമുക്ക് വേറൊരു വീഡിയോയിൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഡയമെൻഷൻ സ്റ്റൈൽ സെറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞാനിവിടെ ഇത് ഓക്കെ കൊടുക്കുന്നു, ക്ലോസ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡയമെൻഷൻ സ്റ്റൈൽ മാറിയത് കാണാൻ പറ്റും. ഇനി നമുക്ക് മെഷർമെൻ്റ് ഒന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ അതിൻ്റെ സ്റ്റൈല് ടോട്ടലി മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ ആരോ സൈസ് മാറിയിട്ടുണ്ട്, ലെറ്ററിൻ്റെ സൈസ് മാറിയിട്ടുണ്ട്, ഇവയെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണത്തിന് ഡയമെൻഷൻ സ്റ്റൈൽ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിൽ തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയത് തന്നെ മോഡിഫൈ ചെയ്യാനും ഇതിൽ ക്ലിക്ക് ചെയ്ത് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാനിവിടെ കളർ മാറ്റി കൊടുക്കുകയാണെങ്കിൽ ലൈൻസിൻ്റെ കളർ ഇത് മാറ്റി സിയാൻ ആക്കി കൊടുക്കുകയാണെങ്കിൽ അത് ഇവിടെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.